കേരളം ഇന്ന് ഗൗരവപൂർവം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വീണ്ടും ഉണ്ടായ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാട് മേപ്പാടിയിലെ കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മേലെ മണ്ണിടിച്ചിലുണ്ടായി മരിച്ച തൊഴിലാളികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളുടെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പരമാവധി വേഗതയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കത്തക്ക രീതിയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ശക്തിയോടെ ഇടപെടണം. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തരമായ വിദഗ്ധ ചികിത്സ നൽകണം. മരണപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അടിയന്തര ധനസഹായവും ഉറപ്പാക്കണം എന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയത്തെ രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിക്കാൻ UDF നേതാക്കളും മന്ത്രിമാരും ചില മാധ്യമങ്ങളും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രശ്നമെന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. പരമാവധി രക്ഷാപ്രവർത്തനം യോജിപ്പിച്ച് വളരെ വേഗം പൂർത്തിയാക്കാൻ സാധിക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ ആദ്യത്തെ ശ്രദ്ധ ഉണ്ടാവേണ്ട കാര്യം. ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം വയനാട്ടിലേക്ക് പോവുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഗവൺമെന്റ് സംവിധാനം, അതുപോലെ ജനകീയമായ ഇടപെടൽ ഉൾപ്പെടെ നല്ല നിലയിൽ ഇപ്പോഴും വയനാട് മണ്ണിടിച്ചിൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കുറേയും കൂടി ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കണം എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടെ അതിൻ്റെ കള്ളക്കളി തുടരുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇവിടെ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയേണ്ട കാര്യം വ്യക്തതയോടെ പറയുന്നതിന് പകരം മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള യാത്ര, അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. കേന്ദ്ര ഏജൻസിയായ SEBIയെയും മാധ്യമങ്ങളെയെല്ലാം അറിയിച്ചതിന് ശേഷമാണ് സർക്കാർ അറിഞ്ഞതെന്ന വാദം നിലനിൽക്കുന്നതല്ല. സർക്കാരിൽ നിന്ന് മനഃപൂർവ്വം ഇക്കാര്യം മറച്ചുവെച്ചുവെങ്കിൽ
അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ്, നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല പരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും രാഷ്ട്രീയ നിലപാടെന്ത് എന്നാണ് മുഖ്യമന്ത്രിയിലൂടെ ജനങ്ങൾ കേൾക്കേണ്ടത്. അതിപ്പോഴും പറയാൻ കൂട്ടാക്കിയിട്ടില്ല. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന VD സതീശന്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കേരളം ഭരിക്കുന്നത് BJP അല്ല എന്ന് ഓർമ്മിപ്പിച്ചത് KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സത്യത്തിൽ അത് KC വേണുഗോപാലൻ ചൂണ്ടിയത് അദാനിയെ അല്ല, VD സതീശനെയാണ് എന്ന കാര്യം നമുക്കെല്ലാം വ്യക്തതയുള്ള ഒന്നാണ്. UDF സർക്കാർ നടപ്പിലാക്കുന്നത് BJP പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുകയുണ്ടായി. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണ നീക്കവുമായി ധവളപത്രത്തെ തുടർന്നു വന്ന BJP തന്നെ അതിനെ സ്വാഗതം ചെയ്തതിന് ശേഷമുണ്ടായ ബഡ്ജറ്റിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ധവളപത്രത്തെയും സ്വകാര്യവൽക്കരണ നിലപാടുകളെയും BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന UDF-ന്റെ നിലപാടുകളും നയങ്ങളും അത് ഞങ്ങളുടെ നിലപാടാണ്, നയങ്ങളാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന നീതി ഉണ്ടായി. ഇപ്പോൾ മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന ഭരണാധികാരിയായി VD സതീശൻ എന്ന മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല, അതിൽ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. CPI-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദാനിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഡീലും ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഭരണപരമായ നിലപാടുകൾ കൈകാര്യം ചെയ്തു പോകുക എന്നതിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ആണ് ആദ്യം വാർത്ത വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി പത്രമല്ല, ജൂൺ 1-ാം തീയതി എക്കണോമിക്സ് ടൈംസ് ആണ് ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ജൂൺ 3-ന് മാതൃഭൂമിയുടെ ബാക്ക് പേജിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട്. വാർത്ത വസ്തുത ഇതായിരിക്കുമ്പോഴാണ് പച്ച കള്ളം പറഞ്ഞ്
ദേശാഭിമാനിയെയും പാർട്ടി നേതൃത്വത്തെയും ഇതിൻ്റെ ഭാഗമായി വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരായി നടത്തിയ പരാമർശവും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിച്ച ഒന്നല്ല. ഒരു മറയുമില്ലാതെ പച്ചക്കള്ളം പറയുകയാണ് അദ്ദേഹം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തനാനുഭവമുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വസ്തുതകൾ പൊതു താല്പര്യത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു തെറ്റും ഉള്ളതല്ല. തനിക്കുള്ള അറിവുകൾ സമൂഹത്തെ അറിയിക്കുക എന്ന പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ഒളിച്ചുകളി സർക്കാർ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. മദ്യ കമ്പനികൾക്ക് നൽകിയ നികുതി ഇളവ് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി അത് നിയമസഭ പാസാക്കുകയും ചെയ്തു. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പറഞ്ഞത്, ഈ മദ്യം വിൽക്കില്ല എന്ന് തീരുമാനിച്ചാൽ പോലും മദ്യ കമ്പനികൾക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കാനുള്ള സാധ്യതയായി എന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിനാണ് ഈ ടാക്സ് 251% നിന്ന് 120% കുറക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. വേറെ ആരുമല്ല, മദ്യ മുതലാളിമാർ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, മുഖ്യമന്ത്രിയുടെ ഒരുതരം വംശീയമായ പ്രചാരവേല ഈ അതിഥി തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസി മനസ്സുള്ള ജനത ഏറ്റവും കൂടുതലുള്ള നാട് കേരളമാണ്. ഇവിടെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ചേക്കേറി ജീവിതം നയിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വേണ്ടാത്ത രീതിയിലുള്ള ഒരു സ്പർദ്ധ രൂപപ്പെടുത്താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരിക്കലും ആ ഒരു പരാമർശം പോലും നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ പ്രധാനമായിട്ടും IT മേഖലയെയാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ 800-ലധികം വരുന്ന ജീവനക്കാരെ 2 കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവരെല്ലാം കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ശക്തിയായ പ്രതിഷേധമാണ് കേരളം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇത്തരം വെല്ലുവിളിയെയും ധിക്കാരത്തെയും കേരളത്തിൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് കേരളം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ കോഡുകൾ ഈ അടച്ചുപൂട്ടുന്നവരെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ്. അതാണ് ഇപ്പോഴും കൂടുതൽ വ്യക്തമാക്കിയത്. ലേബർ കോഡിനെതിരായി നടന്ന പ്രക്ഷോഭത്തെ പരിഹസിക്കുന്ന നിലപാടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് സമരം നടക്കുന്ന, പണിമുടക്ക് ഉൾപ്പെടെ നടക്കുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞിരുന്നത്. ലേബർ കോഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ ദുരനുഭവങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ തൊഴിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടത്തിയത്. തീർച്ചയായും കോറോ ഹെൽത്തിലുണ്ടായ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒറ്റയടിക്ക് 800ഓളം ആളുകളെ തൊഴിൽ മേഖലയിൽ നിന്ന് പിഴുതെറിഞ്ഞ നിലപാടിനെ ശക്തിയായിട്ട് നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള സംഘടിത പ്രസ്ഥാനങ്ങളുടെ ശ്രമം ഉണ്ടാവണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുക.